ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി വീഡിയോയിൽ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ, ആ സമയത്ത് യൂറിനറി ഇൻഫെക്ഷനും പിന്നെ അതിൻ്റെ പെയിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി എനിക്ക് അതിന് മുമ്പ് ഒരു പ്രഗ്നൻസി ആവുന്നതിന് 2 മാസം മുമ്പ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിരുന്നു. പക്ഷെ എനിക്ക് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് മാത്രമാണോ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും എനിക്ക് യാതൊരുവിധ സിംറ്റംസും എനിക്ക് കാണിക്കില്ല. അതായത് നമുക്ക് ഇടയ്ക്ക് എന്താണ് അവിടെ നമ്മളെ പ്രൈവറ്റ് ഏരിയയിൽ ഭയങ്കര ഇച്ചിങ്ങും പിന്നെ ഭയങ്കര അസ്വസ്ഥതയും അങ്ങനെ കുറച്ച് സിംറ്റംസ്, അല്ലെങ്കിൽ അബ്ഡമൻ പെയിനോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കും ഈ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇതുവരെ എനിക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പ്രഗ്നൻസി ആവുന്നതിന് 2 മാസം മുമ്പ് യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ ഞാൻ എന്താണ് ഉറങ്ങാൻ സാധാരണ പോലെ ഉറങ്ങാൻ കിടന്നപ്പോൾ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ പോയി പാസ് ചെയ്തു. അതിന് വന്നു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പാസ് ചെയ്യാൻ തോന്നി. അങ്ങനെ പോയി. പിന്നെ പെയിൻ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോയപ്പോൾ ബ്ലഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അത്രയും ഇൻഫെക്ഷൻ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് അതിൻ്റെ എല്ലാ സിംറ്റംസും പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അന്നാണ് അങ്ങനെ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വന്നതാണ് എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എൻ്റെ ഹാർട്ട് വീക്കായി കഴിഞ്ഞപ്പോൾ വാട്ടർ ഇൻടേക്ക് കുറച്ചു, ഒരു 1.5 ലിറ്ററിലേക്ക് കുറച്ചു. അപ്പോൾ ആ വാട്ടർ ഇൻടേക്ക് അതിന് മുമ്പ് ഭയങ്കര കൂടുതലായതുകൊണ്ട് പ്രഗ്നൻസി സമയത്ത് നമുക്കറിയാലോ കൂടുതലും വെള്ളം നമ്മൾ കുടിക്കണം. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ് ഈ ഹാർട്ടിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ വാട്ടർ ഇൻടേക്ക് കുറച്ച് 1.5 ലിറ്റർ ആക്കിയപ്പോൾ പെട്ടെന്ന് ശരീരത്തിലെ വെള്ളം കുറഞ്ഞു വന്നപ്പോൾ വീണ്ടും എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു. പക്ഷെ അന്ന് കാണിച്ച സിംറ്റംസ് എനിക്ക് അവിടെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ യാതൊരുവിധ പ്രശ്നമോ ഇച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഞാൻ കഴിക്കുന്ന ഫുഡ് ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റ് നിൽക്കുള്ളൂ, അപ്പോൾ തന്നെ ഛർദ്ദിച്ചളയും. വീണ്ടും കഴിക്കും, വീണ്ടും ഛർദ്ദിച്ചളയും. അത് ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഛർദി വന്നപ്പോൾ നമ്മളിത് എന്താ സംഭവം എന്ന് ഒരു പിടുത്തം കിട്ടില്ല. കാരണം യൂറിനറി ഇൻഫെക്ഷൻ്റെതായ ഒരു വയറുവേദനയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ വരുന്ന അസ്വസ്ഥതകളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് അത് ഭയങ്കര കൂടുതലായി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് അന്നേരം കാണിച്ചതാണ് ഈ ഛർദിയും. ഛർദി കഴിക്കുന്ന അപ്പം തന്നെ ഛർദിച്ച് പോവാ. പിന്നെ ലൂസ് മോഷൻ വന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒട്ടും പറ്റാണ്ടായപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലായി 12ാം തീയതി ഹോസ്പിറ്റലിലായി. 14ാം തീയതി യൂറിൻ പാസ് ചെയ്തപ്പോൾ മൊത്തം പോയിന്റ് ബ്ലഡാണ്. അന്ന് പക്ഷെ എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിനും കൂടുതൽ എനിക്ക് നെഞ്ചുവേദന ആയതുകൊണ്ട് എനിക്ക് വയറുവേദന ഉണ്ടായോന്ന് പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അന്ന് എൻ്റെ മുന്നിൽ ഏറ്റവും എനിക്ക് പെയിനായിട്ട് തോന്നിയത് എൻ്റെ നെഞ്ചുവേദനയായിരുന്നു. അപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ വരും, പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ സിംറ്റംസ് കാണിക്കണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ, ഇപ്പോൾ എൻ്റെ കേസിൽ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും ഫുഡ് കഴിയുമ്പോൾ ഇങ്ങനെ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എനിക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് അറിയാൻ പറ്റുന്നില്ല എപ്പോഴാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പീക്കാണോന്നൊന്നും അറിയാൻ പറ്റില്ല. ഏറ്റവും എത്തുമ്പോഴാണ് എനിക്കറിയുന്നത്. എനിക്ക് ഏകദേശം എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 1 lakh ആ ടൈം യൂക്കോളി എന്നാണ് തോന്നുന്നു എനിക്ക് പറയുന്നത്. അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം. ഇപ്പോൾ എനിക്ക് പ്രഗ്നൻസി മുമ്പ് തന്നെ ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ യൂറോളജിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് താൻ 1 വർഷമായിട്ട് വെള്ളം കുടിക്കുന്നില്ല എന്നാ. കാരണം ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ യൂറിനറി ഇൻഫെക്ഷൻ എപ്പോൾ തൊട്ടാ വരുന്നതെന്നോ എൻ്റെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ
യൂറിനറി ഇൻഫെക്ഷൻ പീക്ക് ആകുമ്പോഴാണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ അവർക്ക് തന്നെ ഭയങ്കര അതിശയമാണ്, ഇത് എന്താണ് ഇങ്ങനെ ഇത്ര ആയി കഴിഞ്ഞപ്പോഴാണ് അറിയണേന്നുള്ളൊരവസ്ഥയാണ്. കാരണം അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഈ യൂറിനറി ഇൻഫെക്ഷൻ പല ടൈപ്പ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സിംറ്റംസ് വരില്ല. ചില ആളുകൾക്ക് മാത്രമേ സിംറ്റംസ് കാണിക്കുള്ളൂ, ചിലവർക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വരുത്തി വെക്കാണ്ടിരിക്കുക. ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ്, ഈ വെള്ളം കുടിക്കാണ്ട് വരുത്തി വെക്കുന്നത്. അപ്പൊ പരമാവധി നമ്മൾ വെള്ളം കുടിക്കാൻ എന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഹാർട്ട് വീക്ക് ആയി കഴിഞ്ഞപ്പോൾ വാട്ടർ ലിമിറ്റ് പറഞ്ഞുകൊണ്ട് മാത്രം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻഫെക്ഷൻ വന്നത്. ആ ഇൻഫെക്ഷനാണ് എൻ്റെ ലങ്സിൽ ഒക്കെ ആകെ ഇതായി പിന്നെ സീരിയസ് ഇഷ്യൂലേക്ക് പോയത്. അതല്ലാണ്ട് എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. പ്രഗ്നൻസിക്ക് മുമ്പും പ്രഗ്നൻസിക്ക് ശേഷമാണ് എനിക്ക് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം വന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിങ്ങനെ കമന്റ് വന്നപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിച്ചപ്പോൾ നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നത് ഡെലിവറി കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായില്ല. December 7th എൻ്റെ ഡെലിവറി കഴിഞ്ഞു. എമർജൻസി ഡെലിവറി ആയിരുന്നു. ഹൈ പ്രഷർ കാരണം എൻ്റെ സി സെക്ഷൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഹാർട്ടിന് ഇഷ്യൂ വന്നപ്പോഴാണ് എൻ്റെ ഇൻടേക്ക് ഒക്കെ കുറച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ എനിക്ക് ഇൻഫെക്ഷൻ വന്നത്, അത്രയും വേഴ്സ്റ്റ് ഇതിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വെള്ളം കുടിക്കുക, അതല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ചിലർക്കൊക്കെ പ്രഗ്നൻസി ടൈമിൽ അതായത് സിംറ്റംസ് ചിലപ്പോൾ കാണിക്കും കേട്ടോ. പ്രഗ്നൻ്റ് ആയിന്ന് ചിലർക്ക് അറിയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല. പിന്നെ ഈ പെയിൻ, അബ്ഡോമൻ പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഛർദി തന്നെയാണെങ്കിലൊക്കെ ശ്രദ്ധിക്കുക. അപ്പം അത്രേ ഉള്ളൂ. ഞാനപ്പോൾ അത് ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്താണ്. അതൊരു ഷോർട്ട് വീഡിയോ ആണ്. താങ്ക് യു.